ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 സെപ്റ്റംബർ 11 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് ഇലോങ്ങേറ്റഡ് ടോർട്ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആമേനെ കുറിച്ചിട്ടാണ്. എന്താണ് അതിൻ്റെ ന്യൂസ് എന്നുള്ളത് നോക്കാം. The elongated tortoise, a critically endangered species, was recently spotted in Haryana's Damdama area during a research survey in the Aravalli Hills. അതായത് ഇതൊരു ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് സ്പീഷീസ് കാറ്റഗറിയിൽ വരുന്ന ആമയാണ് ഇലോങ്ങേറ്റഡ് ടോർട്ടോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തിടെ ആരവല്ലി ഹിൽസിൽ നടത്തിയ ഒരു സർവേയിൽ ഈ ഇലോങ്ങേറ്റഡ് ടോർട്ടോയ്സിനെ ഹരിയാനയിലെ ദാംദമ ഏരിയയിൽ വെച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. മീഡിയം സൈസ്ഡ് ബോഡി വിത്ത് എ യെല്ലോയിഷ് ബ്രൗൺ ഓർ എ ഒലീവ് കളേർഡ് ഷെൽ, ബ്ലാക്ക് ബ്ലോച്ചസ് അറ്റ് ദ സെന്റർ ഓഫ് ഈച്ച് സ്ക്യൂട്ട്, പിങ്ക് റിംഗ് അറൗണ്ട് നോസ്ട്രിൽസ് ഡ്യൂറിങ് ബ്രീഡിംഗ് സീസൺ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഒന്ന്, ഒരു ബ്രൗൺ യെല്ലോ ചേർന്നിട്ടുള്ള ഒരു നിറമായിരിക്കും അതിൻ്റെ ബോഡിക്ക്, അല്ലെങ്കിൽ ഒരു ഒലീവ് കളർ എന്ന് പറയാം. പിന്നെ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആ ഓരോ സ്ക്വയർ പോലത്തെ ആ ഓരോ ഇതിൻ്റെ അകത്തും ഒരു ബ്ലാക്ക് കളറിലുള്ള മാർക്കിങ് കാണും. പിന്നെ ബ്രീഡിംഗ് സീസണിൽ അതിൻ്റെ നോസ്ട്രിൽസിന് ചുറ്റും പിങ്ക് കളറിലുള്ള റിങ്ങുകൾ അപ്പിയർ ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. പിന്നെ ഹാബിറ്റാറ്റ് പ്രധാനമായിട്ട് ഫൗണ്ട് ഇൻ സാൽ ഡെസിഡ്യൂസ് ആൻഡ് ഹില്ലി എവർഗ്രീൻ ഫോറസ്റ്റ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാൽ ഡെസിഡ്യൂസ് ആൻഡ് ഹില്ലി എവർഗ്രീൻ ഫോറസ്റ്റുകളിലാണ് ഈ എലോങ്ങേറ്റഡ് ടോർട്ടോയ്സിനെ കാണാം. ഡിസ്ട്രിബ്യൂഷൻ ഇൻക്ലൂഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, നോർത്തേൺ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ആൻഡ് അതർ റീജിയൻസ്. പ്രധാനമായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ ഇന്ത്യയുടെ നോർത്തേൺ പോർഷൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇവിടെയൊക്കെയാണ് ഇതിനെ കാണുന്നത്. ഇന്ത്യൻ റേഞ്ചിൽ ഇപ്പോൾ പ്രസന്റ് ഇൻ ചോട്ടാനാഗ്പൂർ പ്ലാറ്റ്യൂ ആൻഡ് ഹിമാലയൻ ഫുട് ഹിൽസ് അറ്റ് എലിവേഷൻ അപ് ടു 100 meters. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇതിനെ കാണുന്നത് ചോട്ടാനാഗ്പൂർ പ്ലാറ്റ്യൂ റീജിയനിലും പിന്നെ 100 meter വരെ ഹൈറ്റുള്ള ഹിമാലയൻ ഫുട് ഹിൽസിലുമാണ്. ഇതിന് പ്രധാനമായിട്ടുള്ള ത്രെട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ ഫോർ ഫുഡ് ആൻഡ് ട്രഡീഷണൽ മെഡിസിൻ. അതായത് ഇതിനെ ഭക്ഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പല മരുന്നുകൾ ഉണ്ടാക്കാൻ ഇതിന് ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ ഹണ്ടിങ് ഓഫൺ വിത്ത് ഹെൽപ്പ് ഓഫ് ഡോഗ്സ്, അതായത് നായകളൊക്കെ ഉപയോഗിച്ച് ഇതിനെ വേട്ടയാടി പിടിക്കുന്നവരുണ്ട്. ഹാബിറ്റാറ്റ് ഡീഗ്രഡേഷൻ ആൻഡ് ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ്, പിന്നെ ഇവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതും പിന്നെ ഇല്ലീഗലായിട്ടുള്ള ഈ വൈൽഡ് ലൈഫ് ട്രേഡൊക്കെ ഇതിൻ്റെ ത്രെട്ടായിട്ട് കാണുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ IUCN റെഡ് ലിസ്റ്റിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസുകളുടെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതുപോലെ അപ്പൻഡിക്സ് 2 ഓഫ് സൈറ്റ്സിൻ്റെ അപ്പൻഡിക്സ് 2 വരുന്നത് ഇലോങ്ങേറ്റഡ് ടോർട്ടോയ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പോർട്ടലാണ് ശബ്ദ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട്. നോക്കാം എന്താണ്. ദ കമ്മീഷൻ ഫോർ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ടെർമിനോളജി അണ്ടർ the Union Education Ministry has launched a unique website, shabd.education.gov.in, providing technical terms in all 22 official Indian languages. അതായത് നമുക്ക് ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഇപ്പം മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ, അങ്ങനെ പല മേഖലകളിലായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അപ്പം അതിനൊക്കെ കൂടുതലും നമ്മൾ ആ ടേംസ് ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യാറ്. കാരണം അതിൻ്റെ കൂടുതലും കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത് അങ്ങനത്തെ രാജ്യങ്ങളിലായിരിക്കും. അപ്പോൾ കൂടുതലും ഇംഗ്ലീഷിലായിരിക്കും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വേർഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിൽ ഒരു കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ ഫോർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജി എന്നാണ് ആ ഒരു കമ്മീഷന്റെ പേര്. അപ്പോൾ ആ ഒരു കമ്മീഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേര് shabd.education.gov.in അഥവാ ശബ്ദ് പോർട്ടൽ എന്നാണ്. അതിലിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസിന്റെ 22ഓളം ഇന്ത്യൻ ഒഫീഷ്യൽ ലാംഗ്വേജിലുള്ള അതിന്റെ പരിഭാഷ എന്താണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്.
The portal aims to serve a central repository for technical terminologies across Indian languages, hosting glossaries from CSTT as well as other institutions and agencies. അപ്പോൾ ഈ ഒരു പോർട്ടലിൻ്റെ അകത്ത് ഒരുപാട് ടെക്നിക്കൽ ടെർമിനോളജീസിൻ്റെ ഇന്ത്യൻ ലാംഗ്വേജ് പരിഭാഷകളുണ്ട്. അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ CSTT എന്ന് പറഞ്ഞ കമ്മീഷൻ അവർ ഉണ്ടാക്കിയ ഗ്ലോസറീസ് ഉണ്ട്. അതല്ലാതെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏജൻസീസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗ്ലോസറീസും ഈ ഒരു പോർട്ടലിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ പോർട്ടൽ കറന്റ്ലി ഹോസ്റ്റ് 450 ഡിക്ഷണറീസ് കംപ്രൈസിങ് 3 million വേർഡ്സ്. ഏകദേശം 450 ഡിക്ഷണറീസ് ഇതിനകത്തുണ്ട്. ഇതിന് മൊത്തത്തിൽ ഏകദേശം 3 million വേർഡ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. The Education Ministry established the CSTT in December 1960 to develop scientific and technical terminology in Hindi and other Indian languages. അപ്പോൾ ഹിന്ദിയിലും ബാക്കിയുള്ള ഇന്ത്യൻ ലാംഗ്വേജസിലും ടെക്നിക്കൽ ടെർമിനോളജീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടേംസ് കൊണ്ടുവരാൻ വേണ്ടി സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി 1960 ഡിസംബറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് കമ്മീഷൻ ഫോർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ശബ്ദ പോർട്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. നോക്കാം എന്താണ്. ദ ക്ലൈമറ്റ് ആൻഡ് ക്ലീൻ എയർ കൊളീഷൻ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ടു സപ്പോർട്ട് ഗ്ലോബൽ എഫേർട്ട് ഇൻ ഇംപ്രൂവിങ് എയർ ക്വാളിറ്റി. അതായത് ലോകത്തിൽ മൊത്തത്തെ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് ആൻഡ് ക്ലീൻ എയർ കൊളീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏത്, എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. AQMX, എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം. അത് ഗ്ലോബൽ ലെവലിലേക്കാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. This platform provides air quality managers with the tools and guidelines to meet WHO air quality guidelines and interim targets. അപ്പോൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരുപാട് എയർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസും ടാർഗറ്റ്സും ഒക്കെ, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസും ടൂൾസും എയർ ക്വാളിറ്റി മാനേജേഴ്സിന് ഈ ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. ഡെവലപ്ഡ് ഇൻ റെസ്പോൺസ് ടു യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് അസംബ്ലി 6 റെസൊല്യൂഷൻ ഫോർ increased global cooperation, AQMX will facilitate sharing of best practices and data, ultimately supporting better policies and health outcomes worldwide. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് അസംബ്ലി 6 അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി ഒരു ഗ്ലോബൽ കോപ്പറേഷൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുക, അതിന്റെ ഡേറ്റ സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ പരസ്പരം കൈമാറുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം. CCAC ഈസ് എ പാർട്ട്ണർഷിപ്പ് ഓഫ് ഓവർ 160 ഗവൺമെന്റ്സ്, NGOs ആൻഡ് ഓർഗനൈസേഷൻസ് ഫൗണ്ടഡ് ഇൻ 2012 വിത്തിൻ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അപ്പൊ നമ്മളിപ്പോൾ ഇതിൽ ക്ലൈമറ്റ് ആൻഡ് ക്ലീൻ എയർ കൊളീഷൻ CCAC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ച് കണ്ടു. അതെന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന് കീഴിൽ 2012 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് CCAC എന്ന് പറയുന്നത്. ഏകദേശം 160ഓളം ഗവൺമെന്റും NGOസും ബാക്കി ഓർഗനൈസേഷൻസും ഒക്കെ ചേർന്നതാണ് ഈ ഒരു CCAC, ക്ലൈമറ്റ് ആൻഡ് ക്ലീൻ എയർ കൊളീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ജോയിൻഡ് ഇൻ 2019. ഇറ്റ് ഫോക്കസസ് ഓൺ റെഡ്യൂസിങ് ഷോർട്ട് ലീവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് ലൈക്ക് മീഥെയിൻ ആൻഡ് ബ്ലാക്ക് കാർബൺ. അപ്പൊ 2012 ഈ ഒരു CCAC എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യ 2019 ഇതിൽ ജോയിൻ ചെയ്യുന്നു. ഈ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കുറച്ച് മാത്രം കുറച്ച് ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് ഉണ്ട്, അതായത് മീഥെയിൻ, ബ്ലാക്ക് കാർബൺ പോലെയുള്ളത്. അത്തരം പൊല്യൂട്ടൻസിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ മൊത്തം ലോകത്തിൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് CCACയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഷോർട്ട് ലീവ്ഡ് ക്ലൈമറ്റ് പൊല്യൂട്ടൻസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് CCACയുടെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വലൈസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമാജിനറി ലൈൻ. അത് എവിടെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം.
A biogeographical boundary separating the ecozones of Asia and Australia, identified by British explorer Alfred Russel Wallace in 1863 during his exploration. അതായത് ഒരു ഇംഗ്ലീഷ് എക്സ്പ്ലോറർ ആയിരുന്ന ആൽഫ്രഡ് റസൽ വലേസ് ആണ് 1863 ഈ ഒരു ലൈൻ അദ്ദേഹത്തിന്റെ എക്സ്പ്ലോറേഷന്റെ സമയത്ത് കണ്ടുപിടിക്കുന്നത്. അതൊരു ഇമാജിനറി ലൈനാണ് ഇതെന്ന് പറയുന്നത്. ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു എക്കോസോൺ ആണ്. അതായത് ഇതിനെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബയോജോഗ്രഫിക്കൽ ബൗണ്ടറി ആണ് എന്ന് പറയാം. It is an imaginary line that intersects the Lombok Strait between Indonesian islands of Bali and Lombok to the south and extends north to Makassar Strait between Kalimantan and സുലാവേസി. അതായത് ഇതിന്റെ ഒരു സ്ട്രക്ചർ, അതായത് ഇതിന്റെ പൊസിഷൻ പറയാണ് കറക്റ്റ് എവിടം മുതൽ എവിടം വരെയാണെന്ന്. ഒന്ന്, ഇതിന്റെ ഒരു സദേൺ എൻഡ് പറയുന്നത് ലോംബാക് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ ഐലൻഡ് ആയിട്ടുള്ള ബാലിയും അതുപോലെ ലോംബാക്കിന്റെ ഇടയിലുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് ലോംബാക് സ്ട്രെയിറ്റ്. അതാണ് ഇതിന്റെ സദേൺ ഒരു എൻഡ് വരുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്ന ആ ഒരു ഇമാജിനറി ലൈൻ നോർത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഏത് സ്ട്രെയിറ്റ് വഴി? മക്കാസർ സ്ട്രെയിറ്റ് വഴി. മക്കാസർ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് ബോർണിയോയിലുള്ള കാളിമാൻഡൻ ആൻഡ് പിന്നെ സുല്ലാവേസി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റീജിയന്റെ ഇടയ്ക്കുള്ള ഒരു സ്ട്രെയിറ്റ് ആണ് മക്കാസർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ട്രെയിറ്റിന്റെ ഇടയിലൂടെയാണ് ഇത് നോർത്തിലേക്ക് ഈ ഒരു ലൈൻ പോകുന്നത്. ഏഷ്യാറ്റിക് സ്പീഷീസ് ടൈഗർ എലിഫന്റ്സ് ആർ ഫൗണ്ട് ടു ദ വെസ്റ്റ്. ഓസ്ട്രേലിയൻ ഫൗണ കങ്കാരൂസ് ആൻഡ് മാർസുപിയൽസ് ഡോമിനേറ്റ്സ് ദ ഈസ്റ്റ്. അപ്പൊ ഇത് പറഞ്ഞല്ലോ, അതായത് ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഒരു എക്കോസോൺ അല്ലെങ്കിൽ ഒരു ബയോജോഗ്രഫിക്കൽ ബൗണ്ടറി ആണ് ഈ വലൈസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വെസ്റ്റിലും ഈസ്റ്റിലും ആയിട്ട് രണ്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഓർഗാനിസംസിനെയാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ലൈനിന്റെ വെസ്റ്റേൺ പോർഷനിൽ ഏഷ്യാറ്റിക് സ്പീഷീസ് ആയിട്ടുള്ള ടൈഗർ എലിഫന്റിനെയൊക്കെ കാണാം. ഈ ഒരു ലൈനിന്റെ ഈസ്റ്റേൺ പോർഷനിൽ ഓസ്ട്രേലിയൻ ഫൗണയായിട്ടുള്ള കങ്കാരൂസിനെയും മാർസുപിയൽസിനെയൊക്കെ കാണാൻ പറ്റും. The area between the Valais line and the Shahul Shelf is known as the Coral Triangle, the most biodiverse marine environment on Earth. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എന്താണ് ഏറ്റവും നമ്മുടെ എർത്തിലെ തന്നെ ഭൂമിയിലെ തന്നെ ഏറ്റവും ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു മറൈൻ എൻവയോൺമെന്റ് ഉണ്ട്. അത് കോറൽ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. അത് ഈ വലൈസ് ലൈന്റെയും ഷാഹുൽ ഷെൽഫ്, അതായത് ഓസ്ട്രേലിയയുടെ അടുത്തുള്ള ഒരു ഷെൽഫാണ്, ഷാഹുൽ ഷെൽഫിന്റെ ഇടയിലാണ് ഈ ഒരു കോറൽ ട്രയാങ്കിൾ കാണപ്പെടുന്നത്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ തന്നെ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു മറൈൻ എൻവയോൺമെന്റ് ആണ്. Formed as a result of Australia's drift from Antarctica and subsequent collision with Asia around 35 million years ago, climate shift leads to cooler, drier Australia and tropical Asia. അതായത് ഇങ്ങനെ ഒരു ലൈൻ ആ ഒരു ഏരിയയുടെ ഫോർമേഷന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 35 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക്കയിൽ നിന്ന് ഈ ഒരു ഓസ്ട്രേലിയ ഡ്രിഫ്റ്റ് ചെയ്ത് വന്ന് ഏഷ്യയിൽ വന്ന് കൊളൈഡ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഏരിയ ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. പിന്നീട് സംഭവിച്ചിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫലമായിട്ട് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കൂളർ ഡ്രയർ പ്ലേസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഏഷ്യ എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിലേക്ക് മാറി. അപ്പൊ ഇതാണ് ഈ ഒരു വലൈസ് ലൈൻ. ഇതിന്റെ പൊസിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു എക്കോസോൺ ആണ് വലൈസ് ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ്. അത് നമ്മൾ മുന്നത്തെ പല ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോക്കാം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒക്യൂസ് വെൻ പാത്തോജൻസ് ഇവോൾവ് ടു സർവൈവ് ഡെസ്പൈറ്റ് ദ പ്രസൻസ് ഓഫ് ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് റെൻഡറിങ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്സ് ഇൻഎഫക്റ്റീവ്. അതായത് നമ്മളിപ്പോൾ ഒരു ആൾക്ക് ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പാത്തോജൻ ആളെ അറ്റാക്ക് ചെയ്തപ്പോൾ ഒരു ആന്റിബയോട്ടിക് കൊടുത്തു. പക്ഷെ ആ കൊടുത്ത ആന്റിബയോട്ടിക് അവർക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാത്തോജൻ കൂടുതലായിട്ട് ഇവോൾവ് ചെയ്തിരിക്കുകയാണ്, അതിന് കൂടുതൽ സർവൈവൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇൻഇഫക്റ്റീവ് ആയിട്ട് മാറും. This situation arises mainly due to the misuse of
misuse and overuse of antibiotics leading to development of restrained strains or superbugs. അപ്പൊ ഇങ്ങനെ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന്റിബയോട്ടിക്സ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് യൂസ് ചെയ്യുക, അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ പാത്തോജൻസ് കൂടുതലായിട്ട് അത് ഇവോൾവ് ചെയ്ത് വരുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണം പുതിയ വകഭേദങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ സൂപ്പർ ബഗ് പോലുള്ള കൂടുതൽ കപ്പാസിറ്റി ഉള്ള പാത്തോജൻസ് ഡെവലപ്പ് ആവും. The three most common pathogens associated with the antimicrobial resistance in India, as reported by the Indian Council of Medical Research, are, അതായത് ICMR പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കോമൺ പാത്തോജൻസ് ഉണ്ട് ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് അത്രയും ഇവോൾവ് ആയി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 3 കോമൺ പാത്തോജൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഈക്കോളൈ ആണ്. ഈക്കോളൈ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഇൻഫെക്ഷൻ, അതായത് കുടലിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരു ടൈപ്പ് ഓഫ് പാത്തോജൻ ആണ്. അപ്പോൾ നോൺ ഫോർ കോസിങ് ഗട്ട് ഇൻഫെക്ഷൻ, ഈക്കോളൈ ഹാസ് ഷോൺ എ സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ സസെപ്റ്റബിലിറ്റി ടു ആന്റിബയോട്ടിക്സ്, പർട്ടിക്കുലർലി കാർബാപെനംസ്. കാർബാപെനംസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ആന്റിബയോട്ടിക്കിന്റെ പേരാണ് കാർബാപെനംസ് എന്ന് പറയുന്നത്. ആ ആന്റിബയോട്ടിക്കിന് പോലും ഭയങ്കര റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഈക്കോളൈ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ക്ലെബ്സില്ല ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തോജൻ ആണ്. ദിസ് പാത്തോജൻ ക്യാൻ ലീഡ് ടു ന്യൂമോണിയ ആൻഡ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. ഇറ്റ്സ് സസെപ്റ്റബിലിറ്റി ടു കാർബാപെനം ക്ലാസ് ആന്റിബയോട്ടിക് ഓൾസോ ഡിക്ലൈൻഡ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഈ ഒരു ക്ലെബ്സില്ല ന്യൂമോണിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ന്യൂമോണിയയും അതുപോലെ തന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു പാത്തോജൻ ആണ്. ഇതിനും നേരത്തെ പറഞ്ഞ കാർബാപെനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആന്റിബയോട്ടിക് ക്ലാസ്സിന് ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയണത് ഈ ഒരു പാത്തോജനും. അടുത്തത് അസിനെറ്റോബാക്ടർ ബൗമാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാത്തോജൻ ആണ്. പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, ദ പാത്തോജൻ ഹാസ് എ ഹൈ റെസിസ്റ്റൻസ് റേറ്റ് ടു കാർബാപെനംസ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം ആന്റിബയോട്ടിക്കിന് തന്നെ ഹൈലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു പാത്തോജൻ ആണ് ഇപ്പൊ പറഞ്ഞ അസിനെറ്റോബാക്ടർ ബൗമനി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ICMR പറയുന്ന പ്രധാനപ്പെട്ട 3 കോമൺ പാത്തോജൻസ് അസോസിയേറ്റഡ് വിത്ത് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. അപ്പൊ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.